ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ലൈവിലാണോ മറ്റ് വീഡിയോകളിലാണോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരള പോലീസും നമ്മുടെ പ്രതാപനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നടപടി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് പൂർത്തി ആയിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഹൈറിച്ചോളികളോട് അല്ലെ ഹൈറിച്ചിനെ നെഞ്ചോട് ചേർക്കുന്നവരോട് പങ്കുവെക്കാനുള്ളത്. നിങ്ങളുടെ പ്രതാപൻ ഇപ്പോൾ ഒരു കേസിലല്ല അറസ്റ്റിലായിരിക്കുന്നത്, മറ്റ് ചുരുങ്ങിയത് ഒരു 3 കേസിലെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ അതൊരു ഫോർമൽ അറസ്റ്റാണ്. അത് ഒരു ജയിലിൽ കിടക്കുന്ന ആളെ വീണ്ടും ഒരു മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്യുന്നു. ആ ഒരു ഫോർമൽ അറസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്ന ആ ഒരു ഫോർമാലിറ്റീസ് ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇവരുടെ കസ്റ്റഡിയിൽ വേണം ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ മാത്രമാണ് മജിസ്ട്രേറ്റിന് എടുക്കുന്ന പ്രത്യേക അനുമതിയും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത്. അതിനെന്താ പറയുക, അതിനൊരു പ്രത്യേക വേർഡ് ഉണ്ട്. അതിൻ്റെ PT വാറൻറ്റ് ഒക്കെ വാങ്ങിയിട്ട് ആ ജയിലിൽ നിന്ന് ഇറക്കിയിട്ട് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യും, എന്നിട്ട് തിരിച്ച് അവിടെ തന്നെ കയറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും മീഡിയയുടെ കേസുകൾ പുറത്തിറങ്ങൂല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളോ എടുക്കണമെങ്കിൽ കേരള പോലീസിന് അത് തന്നെ ചെയ്യേണ്ടി വരുമെന്നാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും നടപടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് മക്കളെ, നിങ്ങൾ അതാണ് പറയുന്നത്. പിന്നെ ഹൈറിച്ചോളുകളോട് പറയാനുള്ളത് എന്ത് പറയാനല്ലേ, നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.